നമസ്കാരം. പുതുപ്പള്ളി ടുഡേ ലൈവ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നലെ രണ്ട് അതിദാരുണമായ അപകടങ്ങളുണ്ടായി. ആ രണ്ട് അപകടത്തിലും ജീവൻ പൊലിഞ്ഞത് രണ്ട് കുട്ടികളുടെയാണ്. വളരെയേറെ വേദനിപ്പിക്കുന്ന ഒരു വാർത്തയാണ്. ആ രണ്ട് അപകടങ്ങളും അശ്രദ്ധ കൊണ്ടാണെന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു പ്രത്യേകത. അപ്പം ആദ്യത്തെ കുട്ടി മരണപ്പെട്ടത് കുളിക്കാൻ പോയതാണ്. നമ്മുടെ ബന്ധുക്കളടക്കം എല്ലാവരുമായിട്ട് കുളിക്കാൻ പോയപ്പോഴത്തേന് വെള്ളത്തിൽ മുങ്ങി മരിക്കുകയായിരുന്നു. രണ്ടാമത്തെ കുട്ടി മരിച്ചത് വാഹനത്തിൻ്റെ ഹാൻഡ് ബ്രേക്ക് റിലീസായി ആ വാഹനം തന്നെ ബന്ധുക്കളുടെ മുന്നിൽ വെച്ചാണ്, കുട്ടിയുടെ മാതാപിതാക്കളുടെ മുന്നിൽ വെച്ച് തന്നെയാണ് ആ കുട്ടിയുടെ ദേഹത്തേക്ക് വാഹനം കയറി ഇറങ്ങിയത്. ഇത് രണ്ടും അതിദാരുണമായ സംഭവം തന്നെയാണ്. അപ്പോൾ നമുക്ക് ആ വാർത്തയിലേക്കൊന്ന് പോകാം. കണ്ണൂർ തളിപ്പറമ്പിലാണ് അതിദാരുണമായ ഈ സംഭവം ഉണ്ടായത്. തളിപ്പറമ്പ് പൂമംഗലം കൊടിയേരിപ്പാലത്തിന് സമീപമുള്ള തോട്ടിലാണ് ഞായറാഴ്ച വൈകുന്നേരം ബന്ധുക്കളും കുട്ടികളും അടങ്ങുന്ന സംഘം കുളിക്കാനായി എത്തിയത്. ഈ പുഴയുടെ മുകൾ വശത്താണ്. ഇവിടെ അധികം വെള്ളമൊന്നുമില്ല, ധാരാളം ആൾക്കാരൊക്കെ വന്ന് കുളിക്കുന്നതാണ്. എന്നാൽ ഇവരുടെ ഒപ്പം ചാടിയ കുട്ടി, ഈ പുറകെ ചാടുന്ന കുട്ടി, ഇവർ നിൽക്കുമ്പം തന്നെ ഇവിടെ വീഡിയോ എടുത്തൊക്കെ ആൾക്കാർ നിൽക്കുന്നുണ്ട്. ഈ കുട്ടി സൈഡിൽ കൂടെ ഒഴുകിപ്പോകുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇവർ കുളിക്കുന്നതിന് തൊട്ട് താഴെ അതിഭയങ്കരമായ കുത്തൊഴുക്കുള്ള സ്ഥലമാണ്. കുട്ടി അങ്ങോട്ടാണ് ഒഴുകിപ്പോയത്. പരിയാരം കോരൻപീടിക സ്വദേശിയായ ജാഫറിൻ്റെ മകൻ മുഹമ്മദ് നജ്മാനാണ് ഈ അപകടത്തിൽ ദാരുണമായി മരണപ്പെട്ടത്. കുട്ടി ഒഴുകിപ്പോകുന്നതെല്ലാം വീഡിയോ ദൃശ്യങ്ങളിലുണ്ട്. പക്ഷേ വീഡിയോ എടുത്തയാൾ പോലും കുട്ടി ഒഴുകിപ്പോകുന്നത് കണ്ടില്ല. അതാണ് അശ്രദ്ധയെന്ന് പറഞ്ഞത്. പിന്നീട് നാട്ടുകാരും ഫയർഫോഴ്സും അടക്കമുള്ള സംഘം ഒരുപാട് പരിശ്രമിച്ചതിന് ശേഷമാണ് കുട്ടിയുടെ മൃതദേഹം തൊട്ട് താഴെ നിന്ന് കണ്ടെടുത്തത്. ഇതാണ് രണ്ടാമത്തെ അപകടം. ഇത് തിരുവനന്തപുരം അമ്പൂരിലാണ് ഈ ദാരുണമായ സംഭവം ഉണ്ടായത്. വിനോദയാത്രയ്ക്ക് വന്ന വാഹനം റോഡരികിൽ പാർക്ക് ചെയ്തിരിക്കുകയായിരുന്നു. ഒരു ചെറിയ ഇറക്കം കൂടിയായിരുന്നു. വാഹനത്തിൽ പാട്ട് വച്ചിട്ട് വാഹനത്തിൽ വന്ന സംഘം, ബന്ധുക്കളടങ്ങിയ സംഘമാണ്. അവർ വാഹനത്തിൻ്റെ തൊട്ട് മുന്നിൽ നിന്ന് ഡാൻസ് കളിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേനാണ് വാഹനം ഉരുണ്ടു വന്നത്. 4 വയസ്സുകാരി ഋതുവേദയുടെ ദേഹത്തേക്കാണ് വാഹനം വന്ന് ഇടിച്ചു കയറിയത്. സംഭവ സ്ഥലത്ത് തന്നെ കുട്ടി മരണപ്പെടുകയായിരുന്നു. വാഹനത്തിൻ്റെ ഹാൻഡ് ബ്രേക്ക് റിലീസായി ഉരുണ്ടു വന്നാണ് അപകടമെന്നാണ് പ്രാഥമിക നിഗമനം. എന്നാൽ മറ്റൊരു കാരണം കൂടെ അവിടുത്തെ രക്തസാക്ഷികൾ പറയുന്നുണ്ട്. കാരണം പാട്ട് മാറ്റി വെക്കാൻ വേണ്ടി വന്ന സമയത്ത് ഹാൻഡ് ബ്രേക്ക് തട്ടി അത് റിലീസായതാണെന്നും പറയുന്നുണ്ട്. അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് വെളിയിൽ വന്നിട്ടില്ല. പോലീസ് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഋതുവേദയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ നടന്നുകൊണ്ടിരുന്ന സമയത്ത് അമ്മ നിഷ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതും വാർത്തയായിട്ട് വന്നിട്ടുണ്ട്. കാരണം ആർക്കും താങ്ങാൻ പറ്റുവരാത്ത ഒരു കാഴ്ചയും കൂടെയാണ് ആ മാതാവ് കണ്ടത്. ഈ രണ്ട് അപകടങ്ങളും അതിദാരുണമായ സംഭവം തന്നെയാണ്. കാരണം രണ്ടും ചെറിയ അശ്രദ്ധകൾ കൊണ്ട് തന്നെ സംഭവിച്ചതാണ്. നമ്മളിനിയും ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഇത് രണ്ട് കുടുംബങ്ങൾക്കും വലിയൊരു ആഘാതം തന്നെയാണ്. കാരണം ഇതുപോലെയുള്ള അപകടങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കാം എന്ന് മാത്രം പ്രാർത്ഥിക്കാനേ നമുക്ക് സാധിക്കൂ.